സുബ്രതോ കപ്പ് ജേതാക്കളായ ഫറൂഖ് HSS വിദ്യാർത്ഥികൾക്ക് ജന്മനാടിന്റെ ആദരം. കിരീടത്തിനൊപ്പം മികച്ച താരത്തിനും മികച്ച പരിശീലകനുമുള്ള പുരസ്കാരം കൂടി ഫറൂഖ് HSSനെ തേടിയെത്തിയപ്പോൾ ഇരട്ടി മധുരമാണ് സ്കൂളിന് കിട്ടിയത്. ആറ് പതിറ്റാണ്ടായി കേരളം സ്വപ്നം കണ്ടിരുന്ന സുബ്രതോ കപ്പ് കോഴിക്കോടിന്റെ മണ്ണിൽ പറന്നിറങ്ങിയപ്പോൾ പുതിയൊരു ചരിത്രം രചിച്ചു. കേരളത്തെ പ്രതിനിധീകരിച്ച് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ മത്സരിച്ച ടൂർണമെന്റിൽ ഗോകുലം കേരള FC-യാണ് ടീമിന് പരിശീലനവും സ്പോൺസർഷിപ്പും നൽകിയത്. ഒരു മത്സരത്തിൽ പോലും പരാജയം കാണാതെയാണ് ടീം കിരീടം നേടിയത്. കേരളത്തിന്റെ ഫുട്ബോൾ യാത്രയിലെ ഒരു സുവർണാധ്യായമാണ് ഈ വിജയമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഏറെ സന്തോഷകരമാണ് ഈ വിജയം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നുള്ള ടീം സുബ്രതോ കപ്പ് വിജയിക്കുന്നത്. 6 പതിറ്റാണ്ടോളമായി നടക്കുന്ന ടൂർണമെന്റാണ്. എല്ലാ നിലയിലും സന്തോഷകരമാണ്. ഫൈനൽ പോരാട്ടത്തിൽ ഉത്തരാഖണ്ഡിലെ CBSE അമ്യൂണിറ്റി പബ്ലിക് സ്കൂളായിരുന്നു ഫാറൂഖ് HSSന്റെ എതിരാളികൾ. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫാറൂഖ് സ്കൂൾ കിരീടം നേടിയത്. ടൂർണമെന്റിലുടനീളം 10 ഗോളുകൾ നേടിയ കേരള ടീം വഴങ്ങിയതാവട്ടെ വെറും 2 ഗോളുകൾ മാത്രം. മാസങ്ങളോളം നീണ്ടുന്ന പരിശീലനമാണ് ടീമിനെ വിജയത്തിലെത്തിച്ചതെന്ന് മുഖ്യ പരിശീലകൻ VP സുഹൈർ പറഞ്ഞു. കുട്ടികളുടെ കഠിനമായ ഹാർഡ് വർക്കിന്റെയും പ്രയത്നത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഫലമായിട്ടാണ് നമുക്ക് ഈ ട്രോഫി കിട്ടിയിട്ടുള്ളത്. ലീഗ് മത്സരങ്ങളിൽ 3ലും വിജയം കൈവരിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് കേരളം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചത്. ഇത്തവണ 37 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 8 ഗ്രൂപ്പായി തിരിച്ചായിരുന്നു മത്സരങ്ങൾ. സംസ്ഥാന ടീമുകൾക്ക് പുറമെ ശ്രീലങ്ക, ലക്ഷദ്വീപ്, ആൻഡമാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ടീമുകളും ടൂർണമെന്റിൽ പങ്കെടുത്തു. ഇവരെയെല്ലാം പരാജയപ്പെടുത്തിയാണ് ഫാറൂഖ് HSS കിരീടം നേടിയത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.